ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അത് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ 160 പോയിന്റ് സ്റ്റോൺസ് ട്രേഡ് ചെയ്യാണ്. S&P 500 ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് പോസിറ്റീവ്ലി ആയിരുന്നു. 1.1% അപ്പായിരുന്നു നാസ്ഡാക്ക്. യൂറോപ്യൻ മാർക്കറ്റ്സ് നിലവിൽ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തത് പോസിറ്റീവ്ലി ആണ്. എല്ലാ മാർക്കറ്റ്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. DAX, CAC ആൻഡ് FTSE ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിഫ്റ്റി നിലവിൽ 18 പോയിന്റ് ഡൗൺ സൈഡാണ്. സോ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മിക്കവാറും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങാനാണ് സാധ്യത. ആൻഡ് നിക്കി 225 മോസ്റ്റ്ലി ഒരു 480 പോയിന്റ് സബ്സൈഡ് ആണ്. സ്ട്രേറ്റ് ടൈംസ് 4.96 പോയിന്റ്സ്, അതായത് 0.10% അപ്സൈഡ് ആണ്. ഹാങ്സങ് ഒരു 0.64% ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ വെയിറ്റഡ് മാത്രമാണ് 2% അപ്പിൽ ട്രേഡ് ചെയ്യുന്നത്. സോ ഒരു മിക്സഡ് സിഗ്നൽ ഏഷ്യൻ മാർക്കറ്റ്സ് നിലവിൽ തരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലേക്കായിരിക്കും മിക്കവാറും സാധ്യത. ഓക്കെ, നിലവിൽ ഇനിയും ടൈമുണ്ട്, എന്തും മാറി പറയാം. ഓക്കെ, അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ്. നിങ്ങൾ വേറെ ഒന്നും പോകണ്ട. ഇന്നലെ വരച്ച അതേ ലെവൽസ് തന്നെയാണ് ഞാൻ ഇന്നും കീപ്പ് ചെയ്യുന്നത്. കാര്യം പ്രത്യേകിച്ച് ഒരു മാറ്റവും മാർക്കറ്റ് ഡയറക്ഷനിൽ വന്നിട്ടില്ല. ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ രണ്ട് സോണിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നോ അങ്ങോട്ട് ട്രെൻഡിങ് മാർക്കറ്റിനെയാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ലെവൽസ് നമ്മൾ ഇന്നലെ വരച്ചത് അതേപോലെ ഞാൻ കീപ്പ് ചെയ്യുകയാണ്. 15 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്ക് പോകാം. 15 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾ പോകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കുക. മാർക്കറ്റ് ഒരു ഓപ്പണിങ്ങിന് ശേഷം എന്താ സംഭവിച്ച കാര്യം നോക്കാം. ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടായി മാർക്കറ്റിൽ. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് നടത്തിയ ഒരു പെർഫോമൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് വന്നു. അവിടെ നിന്നും ഒരു 23,880 നിന്നും 23,990 വരെ പോയി. അവിടെ നിന്ന് വീണ്ടും ഡിമാൻഡ് സോണിലേക്ക് എത്തി മാർക്കറ്റ് റിയാക്ട് ചെയ്തു. സിംപ്ലി പ്രൈസ് ആക്ഷനിൽ ഇന്നലെ അത് മാത്രമേ നടന്നിട്ടുള്ളൂ. സ്ട്രക്ചറലി വലിയ മാറ്റങ്ങളൊന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല. ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നോക്കിയോ, മാർക്കറ്റിൽ ഈക്വൽ ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ഇവിടെ നടപ്പുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാർക്കറ്റ് ട്രാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ട് പോസിബിലിറ്റി നമുക്ക് ഇവിടെ പരിശോധിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ 23,650 ഒന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് ഈ ഏരിയ ലിക്വിഡിറ്റി, അതായത് ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തി ഈ ഏരിയയിൽ നിന്ന് ഡിമാൻഡ് എടുത്ത് തിരിച്ച് 24,180 റേഞ്ചിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്കൊന്ന് ബ്രേക്ക് ചെയ്ത് 24,000 എന്ന് പറയുന്ന ഒരു സോണിലേക്ക് ബ്രേക്ക് ചെയ്ത ശേഷം വീണ്ടും ഡൗൺ സൈഡ് വന്ന് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്കത് ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇന്നലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലാണ് ഇന്നലെ ഞാൻ നിന്ന്. എൻ്റെ ഒരു മാനസികാവസ്ഥയിലും എൻ്റെ ഒരു ടെക്നിക്കലിലും പറയുന്നത് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു. പ്രത്യേകിച്ച് ഡീപ്പർ ലെവൽസിലേക്ക് പോയതുമില്ല, പ്രത്യേകിച്ച് ഹയർ ലെവൽസിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഈ ഒരു ചെറിയ സോൺസിനുള്ളിലാണ് നിന്നത്. അപ്പം നമുക്കത് വലിയ പോയിന്റ്സ് ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങളൊരു ലാർജർ പിക്ചർ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മാർക്കറ്റ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് താഴെ ഞാൻ വരച്ച ഡിമാൻഡ് ഏരിയാസും ലിക്വിഡിറ്റി സോൺസും അതേപോലെ നിങ്ങൾ കീപ്പ് ചെയ്യുക. നമുക്ക് വരുന്ന ഈ ഒരു മാർക്കറ്റിൽ അപ്ഡേറ്റിൽ വരുന്ന അനുസരിച്ച് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ആൻഡ് വാട്സാപ്പ് ചാനലിലും കൂടെ ജോയിൻ ചെയ്ത് കിടക്കാൻ ശ്രമിക്കുക. കാരണം ടെലിഗ്രാമിൽ എന്തെങ്കിലും ഒരു ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വാട്സാപ്പ് ചാനലിലോട്ട് പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും നിലവിൽ ടെലിഗ്രാമാണ് ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നത്. വാട്സാപ്പ് ചാനൽ ഞാൻ കഴിയുന്നത്ര ആക്റ്റീവാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും ന്യൂസസ് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് പരിശോധിക്കുമ്പോഴത്തേക്കും KP ടെക്നോളജീസിൻ്റെ ഒരു ക്വാർട്ടർലി ബിസിനസ് ഔട്ട്ലുക്ക് പറയുന്നുണ്ട്. KP ടെക്നോളജീസ് Q1 പെർഫോമൻസ് ഒന്ന് ലോവർ ആവാൻ സാധ്യതയുണ്ട്. ഒരു ഡ്രോപ്പ്. ഓക്കെ, ഒരു ചെറിയ ബാഡ് ന്യൂസ് ആയിട്ട് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്യൂപ്പിഡിനാണ് ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ്. റവന്യൂ എക്സീഡിങ്സ് 150 crore എക്സീഡ് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ക്യൂപ്പിഡിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഹെക്സഗൻ ന്യൂട്രീഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 7.75 നിന്നും 10.9 crores ഹെക്സഗൻ ന്യൂട്രീഷൻ്റെ പ്രോഫിറ്റ് ഗ്രോ ചെയ്തിട്ടുണ്ട്. റവന്യൂ ഓൾസോ ഗ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊട്ടാക് മഹീന്ദ്ര എന്ന് പറയുന്ന ഡെഫിനിറ്റീവ് എഗ്രിമെന്റ് ആയിട്ട് നിലനിന്ന് വരുന്നുണ്ട്. ഒരു ഡ്യൂഷേ ബാങ്ക്സ് റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറഞ്ഞ കമ്പനി അക്വയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. പിന്നെ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് 107.6 കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂസസ് ഇങ്ങനെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം സ്റ്റോക്സ് പരിശോധിക്കാം. നമുക്ക് ഏതെങ്കിലുമൊക്കെ പോസിറ്റീവ്ലി ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ പരാഗ് മിൽക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങി. അപ്പം നല്ല വലിയൊരു പെർഫോമൻസ് നടത്തിയിട്ടില്ല. ലെറ്റ്സ് പരാഗ് മിൽക്ക് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. ഈ ഒരു 233 റേഞ്ചിൽ ഒരു 250-270 റേഞ്ച് ടാർഗറ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ പരാഗ് മിൽക്ക് ഹോൾഡ് ചെയ്യുകയാണ്.
പിന്നെ ഒരുപാട് സ്റ്റോക്സ് ഞാൻ പേഴ്സണലി എല്ലാം ഞാൻ കൺട്രോൾഡ് ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ബാലാജി അമൈൻസ് ഞാനൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ആ മന്ത്ലി ക്ലോസിങ് തൃപ്തിയായി. ഇന്നലെ അറിയാലോ, കഴിഞ്ഞ മാസത്തെ അവസാനത്തെ ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ മന്ത്ലി ക്ലോസിങ് ബാലാജി അമൈൻസ് എനിക്ക് കുറച്ച് തൃപ്തികരമായ മന്ത്ലി ക്ലോസ് ആണ് എനിക്ക് പ്രതീക്ഷിച്ച പോലെ. ഈ ഒരു സോണിൻ്റെ അബവ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാലാജി അമൈൻസ് വരുന്ന ദിവസങ്ങളിൽ പെർഫോം ചെയ്യുമോ ഇല്ലേ എന്നാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. 1700 റേഞ്ചൊക്കെ നല്ല ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാം ഈ ഒരു ഏരിയ. ആൻഡ് 2700 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ബാലാജി അമൈൻസിൽ. അപ്പം നല്ല സോൺസ്, അതായത് പോസിബിളി നല്ല മൂവ്മെന്റ്സ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. കാര്യം ഇന്നലത്തെ മന്ത്ലി ക്ലോസ് തൃപ്തിയുള്ളത് തന്നെ എനിക്കൊരു 3000 റേഞ്ചിലേക്ക് പോകാമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ, പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാലാജി അമൈൻസിന്റെ പ്രൈസ് ആക്ഷൻ ശ്രദ്ധിക്കുക. മാർക്കറ്റ് പോകുന്നുണ്ട്, ഒരു ഡീപ്പറായിട്ടുള്ള ഒരു കറക്ഷൻ തരുന്നുണ്ട്, മാർക്കറ്റ് വീണ്ടും പോകുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെന്റ് ചെയ്യുന്നു, ഡീപ്പറായിട്ടൊരു കറക്ഷൻ തരുന്നു, വീണ്ടും മൂവ്മെന്റ് ചെയ്യുന്നു, കറക്ഷൻ തരുന്നു, വീണ്ടും മൂവ്മെന്റ് ചെയ്യുന്നു, കറക്ഷൻ തരുന്നു, വീണ്ടും ഒരു കറക്ഷൻ ഡീപ്പായിട്ട് തരുന്നു. അപ്പം സ്ട്രക്ചറലി ഈ സ്റ്റോക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണ്. ഒരു ഹയർ ഹൈ ഫോർമേഷൻ തന്നെയാണ് നിലവിലുള്ളത്. സോ ഈ ഒരു ഹയർ ഹൈ ഫോർമേഷൻ നിലനിൽക്കോ ഇല്ല എന്നുള്ളതാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. എന്നാലും 1600 ബ്രേക്ക് ചെയ്യാത്തിടത്തോളം ഞാൻ ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യും. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട് ബാലാജി അമൈൻസ്. അപ്പം കുറച്ച് 1-2 മാസത്തിനുള്ളിൽ ഈ ഒരു നല്ലൊരു പെർസെൻറ്റേജ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. 40% എങ്കിലും മിനിമം മൂവ്മെൻറ്റ് ഞാൻ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് 100% മൂവ്മെൻറ്റ് ഞാൻ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ എന്തായാലും വരുന്ന ആഴ്ചകളിലെ പെർഫോമൻസ് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു സെൽ ഓഫ് സോൺ ഉണ്ട്, 2400 ഞാനൊരു പ്രോപ്പർലി ഉള്ളൊരു സെൽ ഓഫ് പോസിബിലിറ്റി ഞാൻ കാണുന്നത് ബാലാജി അമൈൻസിൽ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ആദ്യം നോക്കിയ ശേഷമായിരിക്കും ഞാൻ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, വേറെ ഒരുപാട് സ്റ്റോക്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലാൻഡ് ഫാർമ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2200 റേഞ്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ വാങ്ങിയായിരുന്നു. ആൻഡ് ഇവിടെ നിന്നാണ് മാർക്കറ്റ് നല്ലൊരു ക്ലോസിംഗ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലാൻഡ് ഫാർമയിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, പിന്നെ ദിയ ക്യാപ്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദിയ ക്യാപ്സിൻ്റെ എൻ്റെ ആവറേജ് പ്രൈസ് 170 ഈ റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇപ്പം നിലവിൽ ഒരു ചൂട്ടൽ റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ബ്രേക്കിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എബോവ് 280 ക്ലോസ് ചെയ്ത പുതിയ മൂവ്മെൻറ്റ്, പുതിയൊരു റാലി പ്രതീക്ഷിച്ചാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മാർക്സൻസ് ഫാർമ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടാർഗറ്റ് 330 റേഞ്ചാണ്. ടൈമെക്സ് ഞങ്ങൾക്കറിയാം, നമ്മളെ പബ്ലിക് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങിയപ്പോഴത്തേക്കും ടൈമെക്സിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നത് 600 റേഞ്ചിന് മുകളിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സ്റ്റോക്സ് ഒക്കെയാണ് ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.